പ്രിയമുള്ളവരെ, ഒരു ചോദ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതൊരു ബോൾ കണ്ടോ? ഈ ബോൾ ഇങ്ങനെ തറയിൽ തിരിച്ച് കുതിച്ചു വരുന്നത്. ഇന്നത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലിഫ്റ്റിനുള്ളിൽ കയറി ലിഫ്റ്റ് നിൽക്കുന്ന സമയത്ത് തറയിലിട്ടാൽ കുതിക്കുന്ന അത്രയും ഉയരത്തിൽ തന്നെയാണോ ഈ ലിഫ്റ്റ് മുകളിലോട്ട് പോകുമ്പോഴും ഇതേ പ്രവർത്തനം ചെയ്താൽ കുതിക്കുക? അതുപോലെ തന്നെ ലിഫ്റ്റ് താഴേക്ക് വരുമ്പോഴും വ്യത്യാസം വല്ലതും ഉണ്ടാകും. നമുക്ക് അത് കണ്ടെത്താം. വരും. ഇപ്പോൾ താൻ നിൽക്കുമ്പോൾ എന്തുമാത്രം ഹൈറ്റിൽ കുതിക്കുന്നു നോക്കാം. ഇപ്പോൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുമാത്രം ഹൈറ്റിൽ കുതിക്കുമെന്ന് നമുക്ക് നോക്കാം. അത്രയും ഹൈറ്റിൽ തന്നെ ഇപ്പോൾ ഇത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുമാത്രം ഉയരത്തിൽ അത് കുതിക്കുമെന്ന് നോക്കാം. ഇത്രയും ഹൈറ്റിൽ അത് കുതിച്ചിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് കൂടുതൽ നമുക്ക് പുറത്തിറങ്ങിയിട്ട് വിശദീകരിക്കാം. ഈ ചോദ്യം കേൾക്കുമ്പോൾ നാം ആദ്യം ചിന്തിക്കുന്നത് ലിഫ്റ്റ് മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അത് കൂടുതൽ കുതിക്കുക എന്ന്. ലിഫ്റ്റ് മുകളിലേക്ക് ഉയരുകയും ബോൾ താഴേക്ക് പതിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ ഫോഴ്സ് ആ ബോൾ ലിഫ്റ്റിൻ്റെ തറയിൽ പ്രയോഗിക്കും എന്നാണ് നാം ചിന്തിക്കുന്നത്. നമ്മുടെ പരീക്ഷണം വേണ്ടത്ര കൃത്യത ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടി എല്ലാ സാഹചര്യത്തിലും ആ ബോൾ കുതിക്കുന്നത് ഒരേ ഉയരത്തിലേക്കാണെന്ന് നാം കണ്ടല്ലോ. അതിന് കാരണം വളരെ ലളിതമാണ്. ലിഫ്റ്റിൽ നിൽക്കുന്നയാളും ബോളും ഒരേ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. അത് മുകളിലേക്കായാലും താഴേക്കായാലും. ബോൾ വീണുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലിഫ്റ്റ് ഒരേ വേഗതയിൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതേ വേഗതയിൽ തന്നെ ബോൾ മുകളിലേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ആ ബോളിൽ പ്രയോഗിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമായിരിക്കും. അതുപോലെ ബോൾ വീണുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലിഫ്റ്റ് ഒരേ വേഗതയിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ആ ബോളും അതേ വേഗതയിൽ താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയും ആ ബോളിൽ പ്രയോഗിക്കുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമായിരിക്കും. എന്നാൽ ഈ ലിഫ്റ്റിൻ്റെ വേഗത കൂടിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ സംഗതി മാറുക തന്നെ ചെയ്യും. നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദ്യരൂപത്തിൽ കമൻറ്റ് ചെയ്യൂ. നമുക്ക് അവ കൂടി പരിശോധിക്കാം.